നമുക്ക് സിമ്പിളായിട്ട് ഇതാ ഈ ഒരു സെൻറ്റാങ്കിളായിട്ട് വരച്ചാലോ. സംഭവം കാണുന്ന പോലെ വലിയ ടഫൊന്നുമില്ല, സിമ്പിളാണ് വരയ്ക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ട്രെസ്സുള്ള ആൾക്കാർ ഇത് വരച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രെസ്സെല്ലാം കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇനി എനിക്ക് തീരെ വരയ്ക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ വേഗം വരച്ചോ. ഇത് വരയ്ക്കാൻ പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു പേനയും ഒരു ബുക്ക് മാത്രം മതി. പിന്നെ അത്യാവശ്യം കുറച്ച് ക്ഷമയും കൂടി വേണേ. സംഭവം കാണുന്ന പോലെ ഒന്നല്ല, വീഡിയോയിൽ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും വരയ്ക്കാൻ അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം ക്ഷമയെല്ലാം വേണമെന്ന്. സംഭവം പറഞ്ഞ് നമ്മുടെ സെൻറ്റാങ്കിളായിട്ട് കഴിയാറായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പ്രൊസീജിയറാണ് ഈ ചതുരം വരയ്ക്കലേ. ചതുരം വരയ്ക്കുമ്പോൾ നീളം വീതിയും 1 സെൻറ്റിമീറ്റർ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കി കാണുന്ന പോലെ ഒരു പൂ വരയ്ക്കുക. പൂവിൻ്റെ പുറത്തും ഉള്ളിലും ഇതേപോലെ. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ മൂലയിൽ നിന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ വേറെ മൂലയിൽ നിന്ന് വരച്ച് കൊടുത്ത കാരണം കൊണ്ട് ചെറിയൊരു പെർഫെക്ഷൻ്റെ കുറവുണ്ട് കേട്ടോ. എന്നിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്കെയിലിങ് വേണ്ട, നിങ്ങളുടെ കൈ കൊണ്ട് വരച്ച് കൊടുത്താൽ മതി സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെ ഏകദേശം നമ്മുടെ സെൻറ്റാങ്കിളായിട്ട് കഴിയാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.